ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്തുമോൾക്ക് ശ്രീകൃഷ്ണൻ്റെയും കംസൻ്റെയും ഒക്കെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവയാനി. ആ സമയത്ത് അങ്ങോട്ട് ജലജ കുഞ്ഞുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് ഇരിക്കുന്ന ഉടനെ ദേവയാനി എഴുന്നേറ്റ് ജലജയുടെ കയ്യിരിക്കുന്ന കുഞ്ഞിനെ എടുക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് ചന്തുമോളുടെ അടുത്തിരുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് നവി അങ്ങോട്ട് വരും. നവിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല കുഞ്ഞിനെ ഇങ്ങനെ ചന്തുമോൾ കളിപ്പിക്കുന്നത്. നവി അങ്ങോട്ട് വന്നിട്ട് പറയും, എന്തിനാ അമ്മായി കുഞ്ഞിനെ എടുത്ത് ഇവളുടെ കൂടെ കളിപ്പിക്കുന്നത്, എനിക്കിഷ്ടമില്ലെന്ന് അമ്മായിക്ക് അറിയത്തില്ലെന്ന് ചോദിക്കും. ഇനി എന്നേ കുഞ്ഞിനെ എന്ന് പറഞ്ഞ ഉടനെ കുഞ്ഞിനെ ദേവയാനിയുടെ കയ്യിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ്. അമ്മ എന്തിനാ കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മായിയുടെ കൈ കൊടുത്തത്, ഇവളുടെ അടുത്തിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലെന്ന്. അത് ഏട്ടത്തി വന്നപ്പോഴത്തേന് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ഒന്ന് എടുത്തന്നേ ഉള്ളൂ മോളെ എന്നൊക്കെ ഉടനെ ജലജ അങ്ങ് പറയും. എനിക്കിഷ്ടമല്ല, എൻ്റെ അനിയത്തിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ ഇവള്, പിന്നെ എന്തിനാ ഇവൾ എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ അനിയത്തിയുടെ കുഞ്ഞായിരുന്നെങ്കിൽ ഇവളെ കുഞ്ഞിനെ കളിപ്പിക്കുകയും കൂട്ടുകൂടുകയൊക്കെ ചെയ്തോട്ടെന്ന് ഞാൻ വിചാരിക്കാമായിരുന്നു. പക്ഷേ ഇത് എനിക്ക് സഹിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് ഇവളെ എൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ട് വന്നേക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് നവിയ കുഞ്ഞുമായിട്ട്. അപ്പോൾ ജലജ ഓർക്കുന്നുണ്ട്, എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പ്രശ്നം നടന്നല്ലോ എന്ന്. എന്നിട്ട് ഉടനെ ദേവയാനിയോട് പറയും, എന്ത് പറയാനായി ഏട്ടത്തി, അവൾക്ക് സ്വഭാവം ഇങ്ങനെയാണ്, അവളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം, നീ ആയിട്ട് ഇനി ഒന്ന് കൂടുതലൊന്നും പറഞ്ഞു തരുമെന്ന് വേണ്ടെന്ന് പറയും. അതിന് ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്, ഈ കൊച്ചിനെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ആദർശിൻ്റെ കുഞ്ഞാണെങ്കിൽ ഇപ്പം എല്ലാവരും കൂടി ഇതിനെടുത്ത് തല വെച്ചിരിക്കുന്നു. അവൾക്ക് സഹിക്കുമോ അവളുടെ കുഞ്ഞിനെ പകരമായിട്ട് നിങ്ങളെല്ലാം കൂടെ ഈ കുഞ്ഞിനെ എടുത്ത് തലയിൽ വെക്കുന്നത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കും. നീ ഇങ്ങോട്ടൊന്നും കൂടുതലൊന്നും പറയണ്ട, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കുകയും വേണ്ടെന്ന് പറയും. എന്താ ഏട്ടത്തിക്ക് എന്തോ കാര്യം അറിയാവുന്ന പോലാണല്ലോ ഏട്ടത്തി സംസാരിക്കുന്നത്, എന്തുണ്ടെങ്കിലും എന്നോട് പറയാൻ പറയും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ നിൻ്റെ മകൻ്റെയൊക്കെ സ്വഭാവമൊക്കെ എല്ലാവരും അറിയും. അത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ നിലനിൽപ്പ് വരെ ഈ വീട്ടിൽ പരുങ്ങല്ലാകും കേട്ടോ എന്ന് പറയും. ജലജ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴത്തേന് ദേവയാനി ചന്തുമോളോട് പറയുന്നുണ്ട്, മോൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, അവരൊക്കെ ചീത്ത ആൾക്കാരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന്. എന്നിട്ട് ജലജ അതുപോലെ തന്നെ നവിയുടെ മുറിയിലേക്ക് ചെല്ലുന്നത്. നവി ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിരിക്കുകയായിരുന്നിരിക്കും. ഉടനെ പറയുന്നുണ്ട്, നവിയെ നിൻ്റെ കുഞ്ഞിനെക്കാട്ടിലും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ആ ചന്തുമോളെയാണ്. നിൻ്റെ കുഞ്ഞ് രണ്ടാമതേ വരത്തുള്ളൂ, ആദ്യത്തെ കൊച്ചുമോള് ചന്തുമോളാന്നൊക്കെ ആയി പറഞ്ഞു എന്നൊക്കെ പറയും. എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന അവർക്കിപ്പോൾ ആ കൊച്ചിനെ മതി, നിൻ്റെ കുഞ്ഞിനെ അങ്ങനെ എടുക്കത്ത് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് ചൂട് പിടിപ്പിക്കുകയാണ് നവിയെ. നവിയെ പറയും, ഞാൻ എന്ത് ചെയ്യാനാ, ഈ വീട്ടിൽ നിന്ന് താമസം മാറ്റിയാലോ എന്നാ വിചാരിക്കുന്നൊക്കെ പറയും. അങ്ങനെ നീ എന്തിനാ താമസം മാറ്റുന്നത്, അങ്ങനെ താമസം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുമോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ലഹള ഉണ്ടാക്കിയിട്ട് ഈ വീട് ഭാഗം വെക്കണം, അപ്പം ന്യായമായ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, അപ്പം നമുക്ക് വേറൊരു വീടെടുത്ത് താമസിക്കാം, അതുപോരെ എന്നൊക്കെ ചോദിക്കും. എന്തായാലും അതൊക്കെ നടക്കുന്ന കാര്യമാണോ അമ്മ, അത് ആദർശിൻ്റെ കസ്റ്റഡിയിലല്ലേ ഇവിടെ ഇരിക്കുന്ന ഈ സ്വത്തെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തെങ്കിലും നടത്തിയെടുക്കണം, ഇതൊക്കെ നിൻ്റെ കഴിവുപോലിരിക്കുമെന്ന് പറഞ്ഞ് ജലജ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദു SI ആയിട്ട് ഇരിക്കുന്ന സ്റ്റേഷനിൽ നിന്ന് വണ്ടിയെ കയറി തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നു തോന്നും. അപ്പോൾ വഴി വെച്ച് ആനി ബൈക്കിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് കയറി നിന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ വണ്ടി നിർത്തുമ്പോഴത്തേന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, മാഡം ഞാൻ ഇറങ്ങട്ടെ, വേണ്ട ഞാൻ ഇറങ്ങി ചെന്നോളാന്ന് പറയും. എന്നിട്ട് അനിയെ കണ്ടു കഴിയുമ്പോഴത്തേന് ചോദിക്കുന്നുണ്ട്, എന്താ അനി ഇങ്ങനെയൊക്കെ എന്നുടനെ പറയും, അത് പിന്നെ നീ ഞാൻ വിളിച്ചാൽ ഒന്ന് കോൾ എടുക്കുകയോ ഒന്ന് സംസാരിക്കാൻ ചെയ്യുമോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പം നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചെയ്തതെന്ന് പറയും. ഞാനിങ്ങനെ ചെയ്തത് തെറ്റാണ്, നീ എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ലോക്കപ്പിലിട്ടോളാൻ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇങ്ങനെ പെരുമാറരുത്, നിനക്കിപ്പം ഒരു ഭാര്യയില്ലേ, കുടുംബമില്ലേ എന്നൊക്കെ ചോദിക്കും. അതുപോലാണോ, നിനക്ക് അറിയത്തില്ലേ ആ കാര്യമൊക്കെ, അവൾ വെറുതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി എൻ്റെ കുടുംബത്തിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്നോട് സ്നേഹമോ എനിക്ക് അവളോട് സ്നേഹമോ ഒന്നുമില്ല. ഞാൻ സ്നേഹിച്ചത് ഒരേ ഒരു പെണ്ണിനെ മാത്രമാണ്, ആ പെണ്ണിൻ്റെ പുറകെയാണ് ഞാനിപ്പം നടക്കുന്നത്, എനിക്ക് വേറെ ആരുടെയും കാര്യങ്ങളൊന്നും അറിയണ്ട. നിൻ്റെ സ്റ്റേഷൻ്റെ അതിർത്തിയിലല്ലേ അവളുടെ അച്ഛൻ്റെ ഒക്കെ വീടിരിക്കുന്നത്, നീ ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്നൊക്കെ പറയും. അവർ പക്കാ ഫ്രോഡുകളാണെന്നൊക്കെ പറയും. ഞാനിതൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് ആരും മൈൻഡുന്നില്ല, നീ അന്വേഷിക്കാൻ പറയുമ്പോഴത്തേന് അവൾ പറയുന്നുണ്ട്, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ഇതൊന്നും അന്വേഷിക്കാനായിട്ട്, ഇതൊന്നും ഞാൻ നീ ശ്രദ്ധിക്കത്തുമില്ല, നീ ഇനി ആ കുടുംബത്തെ അവളെ സ്നേഹിച്ച് കഴിയുന്നതല്ലേ നല്ലത്, നിന്നെ നന്നാക്കണം, നിന്നെ പറഞ്ഞ് തിരുത്തണമെന്നൊക്കെ എല്ലാവരും പറയുമെന്നൊക്കെ പറയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ എന്നെ സ്നേഹിക്കുന്നോടം വരെ ഞാൻ നിൻ്റെ പുറകെ തന്നെ നടക്കും, അല്ലാതെ ഞാൻ നിന്നെ വിട്ട് കളയുന്ന പരിപാടിയില്ലെന്നൊക്കെ പറയും. ഇന്ന് വീട്ടിലാണെങ്കിൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് നീ എന്നെ വിളിക്കാഞ്ഞെന്ന് ചോദിക്കും. ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് മതി നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ, അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും നീ ഇടപെടുകയും വരികയും വേണ്ടെന്നൊക്കെ പറയും. ഞാൻ എൻ്റെ ചേച്ചിമാരെ മാത്രമേ വിളിച്ചിട്ടുള്ളെന്ന് പറയും. പിന്നെ എൻ്റെ കൂട്ടുകാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വക്കാലത്തുമായിട്ട് എൻ്റെ പുറകെ വന്നേക്കരുതെന്ന്, പിന്നെ അവന്മാർ വരും, അത് ഉറപ്പായി, നമ്മൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവരാ, അതുകൊണ്ട് അവർ എൻ്റെ പുറകെ തന്നെ കാണുമെന്നൊക്കെ പറഞ്ഞ് അനി അങ്ങ് പോവാണ്. പിന്നെ ഇവർ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ
ഒക്കെ അനി ഈ വണ്ടിയുടെ പുറകെ ഇങ്ങനെ വരുന്നതൊക്കെ ഗ്ലാസ്സിലൂടെ നന്ദു കാണുന്നുണ്ട് കേട്ടോ. നന്ദു ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ അനി കുറേ നേരം പുറകയിൽ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദു വീട്ടിൽ വരുമ്പോഴത്തേന് കനക ഇങ്ങനെ വീട്ടിൽ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പാർട്ടി വെച്ചിട്ടുണ്ടല്ലോ. അന്നേരം നന്ദു വന്നു കഴിയുമ്പോൾ കനക ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും മോള് വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ പറയും, എന്തായാലും മനസ്സമാധാനമില്ലല്ലോ മോളെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചെന്ന് പറഞ്ഞാലെന്ന് പറയുമ്പോഴത്തേന് നന്ദു പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അമ്മയുടെ മോളല്ലേ നയനേച്ചി. അപ്പം നയനേച്ചിക്ക് ആദർശേട്ടനെ ഒരു സംശയവുമില്ല, പ്രശ്നവുമില്ല. അപ്പം പിന്നെ അമ്മ എന്തിനാണ് സംശയിക്കുന്നതൊക്കെ ചോദിക്കും. എന്നാലും ആദർശിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുവരുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല മോളെ. ആദർശ് ഇന്ന് വന്നാൽ പോലും ആദർശിനെ നോക്കി ചിരിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കോ ഗോവിന്ദേട്ടനോ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയും. അമ്മ അങ്ങനെയൊന്നും പറയരുത്. ആദർശേട്ടൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദർശേട്ടനെ കുത്തുവാക്കുകളൊന്നും പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ആദർശേട്ടൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന്. എന്നാൽ മോൾ അതൊന്ന് കണ്ടുപിടിക്കാവോ എന്നൊക്കെ കനക ചോദിക്കുന്നുണ്ട്. ഈ ചീള് കേസൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല, ഇതിലെനിക്കറിയാം ആദർശേട്ടൻ തെറ്റുകാരനല്ലെന്ന്, പിന്നെ ഞാൻ എന്തിനാ ഇതിൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിച്ച് നന്ദു അകത്തേക്ക് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന അഭി ഇങ്ങനെ ബാൽക്കണി നിൽക്കുമ്പോഴത്തേന് നവി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ എന്ത് പറ്റിയെന്ന്. എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിരുന്നല്ലോ, പക്ഷേ എന്നെ നിയന്ത്രിക്കാനായിട്ട് അവിടെ ഒരു മാനേജറെ വെച്ചിട്ടുണ്ട് പുതിയതായിട്ടെന്ന് പറയും. അതെന്തിനാ അങ്ങനെ ഒരു മാനേജറെന്ന് ചോദിക്കുന്നുണ്ട് നവ്യ. അത് എനിക്ക് അവിടെ ഒരു പോസ്റ്റ് ഉണ്ടെന്നുള്ളതും ആ കസേരയിൽ ഇരിക്കാമെന്നുള്ളതും മാത്രമേ ഉള്ളൂ. അവിടുത്തെ കൺട്രോൾ മുഴുവൻ ആ മാനേജർക്കാണ്. ആ കട ഒരു വിധത്തിലൊന്ന് പ്രശസ്തിയായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് മുഴുവൻ ആ മാനേജർക്ക് പോവും, അതല്ലാതെ എനിക്കൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ ആദർശിൻ്റെ പണിയാന്ന് പറയും. അതെന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ ഫ്രോഡുതരമൊക്കെ കാണിക്കുന്നതൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. അത് ആദർശ് ഒരു കുറുക്കനാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഇവരാരും അത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലല്ലോ. ഇപ്പം എനിക്കിട്ട് പണിയാനായിട്ട് ഒരു മാനേജറെ അവിടെ വെച്ചിരിക്കുന്നത്, ആദർശിനേക്കാൾ വലുതായിട്ട് ഞാൻ വളർന്നു പോയാലോ എന്നുള്ള അസൂയ കാരണം അവൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനത് ചോദിക്കുകയും ചെയ്തു. ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞത് എനിക്കും 3 ബ്രാഞ്ച് കൊടുത്തിരുന്നല്ലോ, അവിടെയും വേറെ മാനേജർമാരെ വെച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് എന്ന് പറയും. അനി പിന്നെ ചെറുപ്പമല്ലേ അതുകൊണ്ടാണെന്ന് വെക്കാമെന്നൊക്കെ നവ്യ പറയും. പക്ഷേ നിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു മാനേജർ ആവശ്യമില്ലായിരുന്നൊക്കെ പറയും. എന്തായാലും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കരമായ സങ്കടമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അഭി. അന്നേരം പറയും, എന്നാലും നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകാം, അവിടെ ഇപ്പം നന്ദു SI ആയതിൻ്റെ ഒരു പാർട്ടി നടത്തുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അഭി പറയുന്നുണ്ട്, നമുക്കതിന് പോകണമെന്ന്, വല്ല ഹോട്ടലിൽ വെച്ചായിരുന്നു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിലാണല്ലേ 2 വർത്താനമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ പെട്ടെന്ന് വാ, ഞാനിപ്പോൾ ഒരുങ്ങി നിൽക്കുക, ഫ്രഷായിട്ട് വരാനൊക്കെ പറയും. എന്നാൽ പോകാമെന്നുടനെ പറയുന്നുണ്ട് അഭി. നവ്യ പറയും, എന്തായാലും നിൻ്റെ ആത്മാർത്ഥതയ്ക്ക് നിനക്ക് ദൈവം ഒരു പ്രതിഫലം തരിക തന്നെ ചെയ്യും അഭി എന്നൊക്കെ പറയുമ്പോഴത്തേന് അഭി ഉടനെ നവിയുടെ കൈയെടുത്ത് ചുംബിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരത്തേന് നവിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായിട്ട് അകത്തേക്ക് അങ്ങ് പോകും. അപ്പം നവിയെ ഇങ്ങനെ ഒരുമാതിരി ക്രൂരമായി നോക്കി നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.